കയറിയത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ദുബായ് സഫാരി പാർക്കിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടിന്യൂഷൻ ആയിരുന്നു. ആ പാർട്ട് 3യുടെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ദുബായ് സഫാരി പാർക്കിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇത്രയും കാണാത്തവർക്കാണെങ്കിൽ ഈ 3 വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടത് പോയി കാണും കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു പാർക്കാണ് നമ്മുടെ ദുബായ് സഫാരി പാർക്ക് എന്ന് പറയുന്നത്. ഒരു ഇക്കോ ഫ്രണ്ട്ലി പാർക്കാണ്. അവർ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ സോഴ്സസ് ഓഫ് എനർജി സോളാർ സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കാടിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ്. ആ മൃഗങ്ങൾക്ക് ആ ഒരു സെറ്റപ്പാണ് അവരവിടെ റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാടിൻ്റെതായ പച്ചപ്പും എല്ലാം അവിടെ ഉണ്ട് അവർക്ക്. അതുപോലെ മൃഗങ്ങളെ ഒരു ഇങ്ങനെ നമ്മൾ സാധാരണ പാർക്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ കൂട്ടിലിട്ടിട്ട് അങ്ങനെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പൺ സൂ ആണ്. അതായത് മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് ഓരോ ആനിമൽസിനെയും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാർക്കാണ്. അപ്പോൾ നിങ്ങൾ വീക്കെൻഡ് സമയത്താണെങ്കിലും ലീവുകളിൽ കിട്ടുന്ന സമയമൊക്കെ ആണെങ്കിലും ശരി, നിങ്ങൾ ദുബായ് സഫാരി പാർക്ക് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതായത് അധികം ക്രൗഡഡ് ഏരിയ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് തന്നെ നമുക്ക് അവിടെ പോകാനൊക്കെ സാധിക്കും. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാർക്കാണ് സത്യം പറഞ്ഞാൽ ദുബായ് സഫാരി പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ്. ഈ ഒരു പാർട്ടോട് കൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് നിങ്ങൾ കാണും. അടിപൊളിയാണ്. ഇനി വരുന്ന ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രസം കാണാനും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ദുബായ് സഫാരി പാർക്കിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് വീഡിയോ എല്ലാവരും ഇതാ ചീറ്റ നമ്മൾ കണ്ടത് ചീറ്റിനെ ഇട്ട് നമ്മളിപ്പോൾ കണ്ടത് കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കാണാൻ പോകാം. ആമയാണ് കേട്ടോ. കുറച്ചുകൂടി വലിയ ആമ കണ്ടോ, വലിയ സൈസ്. അത് നമ്മളെ കിഡ്സിൻ്റെ അവിടെ കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിയ സൈസ്. 100 100 and above തോന്നുന്നു. നമുക്കിനി എലിഫന്റിനെ കാണേണ്ടത്. ആഫ്രിക്കൻ ആമയാണ് കേട്ടോ. കഴിക്കുമ്പോഴേക്ക് ഈ സയന്റിഫിക് ടൈം അതൊന്ന് വായിച്ചാൽ കണ്ടോ. ആഫ്രിക്കൻ ആമ നിറച്ചുണ്ട് കേട്ടോ. ആമ ആമ മീൻ കഴിക്കുമോ? ആമ മീനൊന്നും കഴിക്കും. ആമ സസ്യബുക്കല്ലേ? ആമ സസ്യബുക്കല്ലേ ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. അയ്യോ വെയില്. പക്ഷെ ഇവിടേക്ക് തോന്നിയിരിക്കുന്ന കൂളറുള്ള കാരണം അത്ര ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ. എല്ലായിടത്തും തന്നെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അതവിടെയാണ് ആന. അപ്പോൾ നമുക്ക് ആനയെ കാണാം കേട്ടോ. ആനയുടെ ഇത് അപ്പോൾ ഇവിടെ ഇരുന്ന് മിക്കവാറും ആന. നമ്മുടെ ആഫ്രിക്കൻ ആന കേട്ടോ. അത് സൂം ചെയ്യുമ്പോൾ ക്ലിയർ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് ആഫ്രിക്കൻ ആന. 4 ഉണ്ടല്ലേ. ആന വരുന്നു അതിനടുത്തേക്ക്. വരുന്നു നമ്മുടെ ആഫ്രിക്കൻ ആനയാണ് കേട്ടോ. ആഫ്രിക്കൻ ആന. പക്ഷെ കാണാൻ ഭംഗി നമ്മുടെ കേരളത്തിലത്തെ ആനക്കുട്ടന്മാരെയാണ്. വലിയ പുറം പോലെ ചെവിക്കിട്ട് ഭയങ്കര ആഫ്രിക്കൻ എലിഫന്റ് ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ എലിഫന്റിന്റെ ആനയുടെ സ്കിൻ. ഇത് എലിഫന്റ് സ്കിന്നാണ് കേട്ടോ. അതുപോലെ വേറെ ഒന്നും കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചേ. ദിസ് ഈസ് റൈനോ സ്കിൻ. കണ്ടോ, റൈനോയുടെ സ്കിന്നത്. റൈനോ സ്കിൻ ആൻഡ് ഫീൽ ഇറ്റ്സ് ടെക്സ്ചർ. അപ്പോൾ നമ്മളവിടെ കുറച്ച് അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഈ ക്ഷീണം ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഫാനിൻ്റെ പോലെ സംഭവിച്ചിട്ട് കണ്ടോ, നല്ലതായിട്ട് കാച്ചു വരുന്നുണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല. വരാം അല്ലേ.
ആൾക്കാർ കേട്ടോ. അല്ല വ്യത്യാസമുണ്ട്. എനിക്കാണ് എൻ്റെ സ്കിന്നിന് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലാണ് നല്ല കറുപ്പല്ലേ, കാണാൻ ഭയങ്കര നാട്ടാനകളാണ് നമ്മുടെ നാട്ടിൽ. ഫ്ലൈറ്റ് കൊണ്ട് നോക്കിയൊക്കെ അത് ഏത് ഫ്ലൈറ്റ് അറിയാം? ജെറ്റ് എയർവേസ്. അതാ ജെറ്റ് എയർവേസിൻ്റെ സൈനല്ല, അത് ജെറ്റ് എയർവേസിൻ്റെ ഫ്ലൈറ്റ് ആണ്. നോക്കിയൊക്കെ ഫ്ലൈറ്റ് പോകണം, ജെറ്റ് എയർവേസിൻ്റെ ഫ്ലൈറ്റാണ് പോകുന്നത്. ലാൻഡിങ് അത് ഇതാണ് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് പോവാ. ആ നടക്കാം. ആഫ്രിക്കൻ എലിഫൻ്റ് ആണ് കേട്ടോ. കണ്ടോ ആഫ്രിക്കൻ എലിഫൻ്റ്, കണ്ടോ ആഫ്രിക്കൻ എലിഫൻ്റ്. ഓക്കെ കണ്ടുള്ളൂ. ആണോ? കറക്കിയൊക്കെ നിൽക്കിടക്ക് ഞാൻ വരട്ടെ ഉണ്ട്, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നൊരു നല്ല ലെങ്ത് ഇട്ടായിരിക്കും വീഡിയോ കിട്ടുക. അപ്പം നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ 2 പാർട്ടായിട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ പാർട്ടായിട്ട് ഇടുക കേട്ടോ നമ്മുടെ സഫാരി പാർക്കിലെ വീഡിയോ. ലെങ്ത് കൂടുതലാണോ കുറവാണോ അറിയില്ല, എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇനി ലെങ്ത് കൂടുകയോ കുറയുമെന്ന്. എനിക്ക് തോന്നുന്നത് ലെങ്ത് കൂടുതലായിരിക്കുമെന്ന്. എന്തായാലും ഞാൻ ഒറ്റ പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ സമയത്തൊക്കെ നാട്ടിൽ പോകേണ്ട ആൾക്കാരാണ്. ശരിക്കും നമ്മൾ നാട്ടിലാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാണാനും ഇവിടെ ഇതൊക്കെ കാണാനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നമുക്കിനി പോവാം. ഇനി വേറെ ഒന്നുമില്ല തോന്നുന്നു, നോക്കാം. ഇതാ ഗൊറില്ല ഓറഞ്ച് തൊപ്പി മാസ്ക് ഒക്കെ ഇട്ട് നടക്കും. അല്ല എൻ്റെ ഗൊറില്ല നെയിമീസ് ഉണ്ണികൃഷ്ണൻ. ഞാനല്ല പറഞ്ഞത്, അത് പറഞ്ഞു. ഞാൻ നെയിമീസിനെ പറഞ്ഞു. എൻ്റെ ഗൊറില്ലും കുട്ടിയോളും 2 ഗൊറില്ലും കുട്ടിയോളും. പോവാ മക്കളെ, പോവാ. പിന്നെ വരാം. തൽക്കാലം ഏട്ടനങ്ങൾ കൊണ്ടുപോവുക. ശരി, ഞാൻ ശരിക്കും പോകാൻ. അയ്യോ അമ്മ, ആനയുടെ കാര്യം ഇതിന്റെ അയ്യോ അത് ഷോക്ക് പറയുന്നു. ആനയുടെ കളറുണ്ട്, എൻ്റെ ഷർട്ടിൻ്റെ കളർ ഒരുപോലെയാണ്. അതുകൊണ്ട് തമാശ പറഞ്ഞു തുടങ്ങി. ഓ ഇതൊക്കെ അയ്യോ, ആ സെൽഫി സ്റ്റിക്ക് എടുക്കായിരുന്നു എൻ്റെ കൈ ഇതാവും. ആദ്യം കണ്ടു പോവാ. ലയന കണ്ടില്ലേ? ചീറ്റന കണ്ടില്ല? അത് വണ്ടി എവിടെയാണ്? അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. ബബ്ബൊന്നും അതൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഞാനോ ഗൂറല്ലോ കണ്ടിട്ടുണ്ടോ? അതന്നെ വീട്ടിൽ ചെന്നിട്ട് കണ്ണാടി നോക്കിയാൽ മതി. അല്ലെങ്കിൽ മൊബൈൽ ക്യാമറ എടുത്ത് നോക്കി നോക്കും. ഞാൻ സത്യമായിട്ട് ഞാൻ തമാശ പറഞ്ഞല്ലോ. പക്ഷെ നമ്മളെന്നെ ജുമേര സൂല് പോയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ ഗൊറില്ല. എന്നിട്ട് ഇങ്ങനെ മനസ്സിലാ അവിടെ വലിയൊരു ഗൊറില്ലുണ്ട്, വലുതുണ്ടായിരുന്നു. ഞാൻ അറിയാം, അറിയില്ല എന്തൊക്കെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ലയൺ വെള്ളം നമ്മളിങ്ങനെ നേരല്ലേ ഈ സൈഡാവും. അപ്പം ഇനി ഗൊറില്ല കൂടി നമുക്ക് കാണാം. ഗൊറില്ല കാണാനായിട്ട് ഒരു വിഷമമാണ്. ആദ്യം നിൽക്കണു. അല്ല ആദ്യം പറഞ്ഞു, ഞാനല്ല പറഞ്ഞത്. അതൊക്കെ ആ താഴെ നിൽക്കുന്നതാണ്. നമ്മുടെ മുത്തേ ഒന്നും കേട്ടോ. അതെ വലിയ കൊലിപ്പിക്കല്ല പോലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി എന്തിനാ കാണാൻ പോകണം? ഗൊറില്ല ഈ സൈഡിലാണ് ഗൊറില്ല. അപ്പം നമ്മളത് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോണത് സ്നേക്ക്. കണ്ടോ പാമ്പ് പാമ്പും ഒന്നും ഉണ്ട് കേട്ടോ. എട്ടുകാലി ബാ മെക്സിക്കൻ റെഡ്മി. ഇങ്ങനെ പോവും, ഇങ്ങനെ ക്യൂ ആയിട്ട് പോകും. എന്നിട്ട് അങ്ങനെ അതെന്താ
തുടരുത് കേട്ടോ. അതിൻ്റെ കണ്ണപ്പുറത്ത് കണ്ടോ കണ്ടോ. ആദ്യം മാറിക്ക് പൈത്തനാണ്, പൈത്തൺ പെരുമ്പാമ്പാണ്. റെക്ടിക്കുലേറ്റഡ് പൈത്തനാണ് കേട്ടോ അത്. കണ്ടോ എൻ്റെ ഉറങ്ങണ തോന്നുന്നത് കണ്ണാ സൈഡിലാണ് കാണുന്നത് കേട്ടോ. ഇതാണ് പൈത്തൺ. ദൈവം ഇതിനൊക്കെ വാവ് സുരേഷ് പിടിക്കാറ്. ദൈവം ഇതിനൊക്കെ പിടിച്ചിട്ടുണ്ടോ? അതാണ്ടൊക്കെ ആദ്യം വാ. നമ്മളിങ്ങനെ നടന്നിട്ട് പൊന്നു അറേബ്യൻ ഫാറ്റ് ടൈൻറ്റഡ് സ്കോർപ്പിയോൺ. എവിടെ കാണണ്ടോ? എവിടെ? സ്പൈഡർ തവള ഇരിക്കുന്നുണ്ടോ? തവളയാണ് അത് കാണും. എവിടെ? ആ മണൽ. ഇത് നമ്മളെ മെഗാമോള് പോകുമ്പോൾ കാണില്ലേ ഈ സാധനത്തിന്? അറേബ്യൻ ഞാൻ കാണുന്നുണ്ട്. ഇതൊരു പാമ്പാണ്. ഇതൊക്കെ വെനമസുള്ള പാമ്പാണ്. വിഷമുള്ള പാമ്പുകളൊക്കെ വെനമസ് സ്നേക്കാണ്. ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റിൽ കാണുന്ന പാമ്പാണ് കേട്ടോ. കണ്ടോ? അടുത്തത് കാണാം നമുക്ക് കാർപ്പറ്റ് വൈപ്പർ ആണ് കേട്ടോ. ഇത് വെനമസ് ആണ്. മിഡിൽ ഈസ്റ്റ് ആൻഡ് വെനമസ് ആണ്. ലൊക്കേഷൻ മിഡിൽ ഈസ്റ്റ് ആൻഡ് ഈജിപ്തിൽ കാണുന്നതാണ് കേട്ടോ. പാമ്പ് ഇതായി കിടക്കുന്നു. പാമ്പ് കണ്ടോ കണ്ടോ അനങ്ങുന്നുണ്ട് അത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആഫ്രോ ഏഷ്യൻ വൈറ്റ് സാൻഡ് സ്നേക്ക്. ഇത് ഏഷ്യൻ ആൻഡ് ആഫ്രിക്ക. എവിടെ? ചെറുതല്ലേ തിന്നായിട്ട് കണ്ടോ? പാമ്പാണ് കേട്ടോ. തിന്നായിട്ട് ഇത് ഇതെല്ലാം വെനമസാണ്. മിഡിൽ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യ. എവിടെ? അതെ അവിടെ ഉണ്ട്. എവിടെ? അവിടെ അല്ലേ? ആ ഇവിടെ കിടക്കുന്നുണ്ടോ? അറേബ്യൻ ടോഡ്. ഇതെന്താണ് സംഭവം? അറേബ്യൻ സാൻഡ്ബോൺ. ഇത് നോൺ വെനമസ് ആണ് കേട്ടോ. നോൺ വെനമസ് സ്പീഷീസ് ആണ്. വഴിക്കുന്ന ഇല്ല, നോൺ വെനമസ് ആണ്. അറേബ്യ പെനിൻസുല. രണ്ടെണ്ണം കിടക്കണ്ടോ അവിടെ? സെൻട്രൽ ബിയർ ഡ്രാഗൺ. ഇത് ലിസാർഡാണ് കേട്ടോ. നോൺ വെനമസ് ആണ്. ഇത് നോൺ വെനമസ്. എവിടെ? ഗ്രീൻ പൈത്തൺ. എവിടേക്കാണ്? സ്നേക്ക്. ആ
ഓസ്ട്രേലിയൻ ഏഷ്യയിൽ ഗ്രീൻ ട്രീ പൈത്തൺ അല്ലേ? അതാണ് പച്ചപ്പാമ്പ്. അതാ പച്ച കളർ കണ്ടോ? പച്ച കളറിൽ ഇതാണ് കേട്ടോ ഗ്രീൻ ട്രീ പൈത്തൺ ആട്ടോ. ഗ്രീൻ ട്രീ പൈത്തൺ. ഗ്രീൻ ട്രീ പൈത്തൺ ഇറ്റ്സ് നോൺ വെനമസ് ആണ്. ഓസ്ട്രേലിയയിലെ ഏഷ്യയിൽ കാണുന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ ഗ്രീൻ ടീ പൈത്തൺ ഞാൻ ആദ്യമായിട്ട് കാണുവാണേ. ഇതേതാണ്? റേഡിയേറ്റഡ് ടോർട്ടോയിസ്. മെക്സിക്കോ, സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. നോൺ വെനമസ്. ഇതിന് വെനമില്ല. വെനമസ് ഇല്ല. വെനമസ് അല്ല. ഇതിൻ്റെ പേരാണ് റെഡ് ടെയിൽഡ് ബോ. ഇത് ബ്ലൂ ടങ് സ്റ്റിംഗ്. പക്ഷെ കാണാനില്ല. അതായത് എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ? സൂക്ഷിച്ചു. എവിടെയെങ്കിലും മണലിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാവും തോന്നുന്നു. കാണാനില്ല. ദൈവമേ, അമ്മമ്മ കാണുകയാണെങ്കിലോ? അയ്യോ, അമ്മ ചാടി കളിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് പാമ്പിനെ ഭയങ്കര പേടി കേട്ടോ. പാമ്പിൻ്റെ ഒരു മീറ്റർ ദൂരെ കണ്ടാലും അമ്മയ്ക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ് ഈ പാമ്പ്. ഇതിൻ്റെ പേര് ദിസ് ഈസ് വെനമസ് ആണ് കേട്ടോ. അയ്യോ നോക്കി നോക്കൂ. ഇതിൻ്റെ തുടങ്ങിട്ടോ ഗ്ലാസ് വേണ്ട. നേരെ നോക്കണ്ടത്. ദിസ് വെനമസ് ആണ്. നൈൽ മോണിറ്റർ അല്ലേ? പക്ഷെ കാണുന്നില്ല കേട്ടോ. നൈൽ മോണിറ്റർ പൈത്തൺ. അതാ അതാ ആ കാണുന്നു. കാണിച്ചു കേട്ടോ. അതാ കാണുന്നു പൈത്തൺ. കണ്ടോ പൈത്തൺ? ഇത് ബർമീസ് പൈത്തൺ. ഇത് വെനമസ്. ഈ പൈത്തൺ ഉണ്ടോ? പീകോക്ക് മോണിറ്ററോ അവിടെ അല്ലേ? കണ്ടോ? ഇത് നമ്മൾ പണി തീർന്നു. നല്ല ഭംഗിയുണ്ടാണ് കേട്ടോ. കണ്ടോ മേൽഭാഗം ഇങ്ങനെ വന്നിട്ട് നമ്മളിത് ഇങ്ങനെ കണ്ടോ നല്ല രസമുണ്ടാകും. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. കണ്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്യാണ്. കണ്ടോ ചുമ രസല്ലേ കാണാൻ? ഗ്രീൻ ബാസ്ക്കറ്റ്. സെൻട്രൽ കാർപ്പറ്റ് പൈത്തൺ. തുടർന്ന് ക്ലാസ്സിന് മുകളിൽ ഇതൊന്നും കാണാനില്ല. ഇത് കണ്ടോളൂ കേട്ടോ. കോൺ സ്നേക്ക് കേട്ടോ കാതി. കോൺ സ്നേക്ക്. ഇത് നോൺ വെനമസ്. മൗണ്ടൻ കിങ് സ്നേക്ക്. ദിസ് ഇസ് നോൺ വെനമസ്. ഇത് മെക്സിക്കോയിലുള്ള പാമ്പാണ് കേട്ടോ. കണ്ടോ പാമ്പ്? മെക്സിക്കൻ പാമ്പാണ്. നമ്മൾ ഈ വൈറ്റ് കളർ കണ്ടില്ലേ ഈ പാമ്പ്? ഇത് നോർത്ത് അമേരിക്കയിലുള്ള പാമ്പാണ്. ഇത് മെക്സിക്കോ. ഇവിടെ ഒരു പൈത്തണ കാണാം. ഇതായിരിക്കണം ഒരു പൈത്തണ. കണ്ടോ? ഇത് ആഫ്രിക്ക നോൺ വെനമസ്. ഇതും ആഫ്രിക്കയാണ് കേട്ടോ. ഹലോ ആഫ്രിക്ക. അതാ അവിടെ ഇടയിൽ ഒരു പാമ്പിനാണല്ലേ നിങ്ങൾ? ഇതൊരു പാമ്പ്. ഇതിൻ്റെ എവിടെയാണ്? നോർത്ത് സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക അല്ലേ? മിൽക്ക് സ്നേക്ക്. പക്ഷെ മിൽക്കിൻ്റെ നിറമൊന്നുമില്ല. അടുത്ത പാമ്പ് രണ്ടെണ്ണം. ഇത് രണ്ടെണ്ണം ഒരെണ്ണം. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് മെക്സിക്കോയിൽ കാണുന്ന പാമ്പാണ് കേട്ടോ. പക്ഷേ ഒന്നുള്ളത് വാല് ചുരുട്ടി വെച്ചിരിക്കുകയാണല്ലേ. ഓക്കെ. പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ എന്താണ്? ആണോ? ഞാനിതിൻ്റെ ഒരു ടെക്സ്റ്റ് അങ്ങനെയായിട്ട് നമ്മളിങ്ങനെ കാണാം. ഇനി പോലെ പോവാം. അതിലൊന്നുമില്ല. താങ്ക് യു. ഇനി നമ്മൾ പോകുന്നത് ഗൊറില്ല ഹൗസിലേക്കാണ് കേട്ടോ.
ഫോട്ടോ എടുത്തരാം വേണമെങ്കിൽ. അത് വേണമെങ്കിൽ എന്നിട്ട് ഫോട്ടോ എടുത്തരാം. അയ്യോ ഉള്ളിലേക്ക് പോവാം. കണ്ട എന്നെ കാണുന്നുണ്ടോ തൊപ്പിയൊക്കെ വെച്ചിട്ട്? വെസ്റ്റേൺ ലോലാൻഡ് ഗൊറില്ല. ഇതാണ് വെസ്റ്റേൺ ലോലാൻഡ് ഗൊറില്ല. ഒന്നുള്ളതുകൊണ്ട് ആ കിടക്കണം ഗൊറില്ല. ഉണ്ട് കേട്ടോ. അതാ ഒരെണ്ണം നീട്ട് വരുന്നു. അതാ നിൽക്കണു ഒരെണ്ണം. ഒരെണ്ണം അവിടെ കിടക്കണു. ഒന്നതാ അതവിടെ ഇങ്ങനെ അതൊന്ന് വിളിച്ചു നോക്കി. ഒന്ന് വരുമോ ഫോട്ടോ എടുക്കാം. പക്ഷെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്നെ കാണാൻ വരിക. വരണോ? വരണോ? ഓയ്യോ ഇരിക്കണോ? ഇത് ഭയങ്കര സൈസ് കേട്ടോ. നമ്മളത് ദുഃഖത്തിലേക്കില്ലമ്മ. വരണോ? വരാതിക്കുട്ടാന്ന് എൻ്റെ അടുത്തത് അത് മറക്കണം. ആദ്യം മറക്കണം. അവിടെ ഇരിക്കുക. പാവം ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ട ചെറുത്താ ഇത് വലുതാവുണ്ട്. എന്താ ശരിക്കും ഒരു മനുഷ്യരിക്കുന്ന പോലെ തന്നെ. ഫ്ലാഷ് അടിക്കുന്ന ലൈറ്റ് കാണുന്നുണ്ടോ? അവിടെ അങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോയി. ഉറങ്ങിണിട്ടിട്ട് ചായ കുടിക്കാൻ പോയിക്കും. ഇതോടെ ഇരിക്കുന്നുണ്ടോ? ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക. അത് വേണമെങ്കിൽ അടുത്ത് ഞാൻ ഫോട്ടോ എടുത്തരാം. ഒന്നും ചെയ്യില്ല. സൈഡിലേക്ക് അപ്പുറത്തെ ഗ്ലാസ് അല്ലേ. ആരും നിൽക്കുന്നതായിരുന്നു. കുറച്ചും കൂടി അടുത്തേക്ക്. കുറച്ചും കൂടി അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ കൂട്ടുകാരനെ സ്നേഹത്തോടെ കാണുന്നു. മോനെ ഇതാണ് നിൻ്റെ കൂട്ടുകാരൻ. ശരിക്കും വീക്ഷിക്കുന്നുണ്ട്. അതിനവിടെ നിന്ന് കാണാൻ തോന്നുന്നുണ്ട് എനിക്ക് കേട്ടോ. ശരിക്കും കാണാം. അതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും അതിന് കണ്ട. അതും എടുത്ത് നോക്കി കൂടാ. അതിന് നോക്കണോ? അങ്ങനെ പോയി നോക്കിയൊക്കെ ഒന്നും ചെയ്യില്ല. ഉണ്ണിയേട്ട സുഖാണോ ചോദിച്ചോക്കിയൊന്ന്. ഉണ്ണിയേട്ടൻ സെൽഫി എടുക്കാൻ ശ്രമിക്കണം. ഉണ്ണിയേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം. വേഗം പോസ്റ്റ് ചെയ്തോ. നല്ലൊരു സെൽഫി. നല്ല സെൽഫി തന്നെ എടുത്തോ. കാണാൻ പറ്റുള്ളൂ. അത് അമ്മ ഹലോ. ഇതില് ഇത് കാണണം. ആദ്യം പറഞ്ഞ നമ്മള് മാന്തൂട്ടമ്മ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗൊറില്ലനെ കണ്ടിറങ്ങി. ഇനി നമ്മൾ ചിമ്പാൻസി ഉണ്ട് ഏരിയയിൽ. അതിനും പോയി നോക്കാൻ നമുക്ക് കേട്ടോ. പക്ഷെ ഇപ്പം ചൂടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ കംപ്ലീറ്റ് ഈ ഫാൻ വെച്ചിരിക്കണേ. കൂളിങ്ങാണ് വരുന്നത്.
വലിയ ചൂട് ഞങ്ങൾക്ക് ഭയങ്കര നല്ല നോക്കി നോക്കാം. ഉണ്ടോ നല്ല കൂളർ പോലെ വരുന്നത്. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിൻ്റെ അവിടെ ബോർഡ് പിടിക്കും. ഇങ്ങനെയല്ല സിംഹവാല്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിമ്പാൻസിയാണ് കേട്ടോ. ആദ്യ ഫ്രണ്ടിനെ കണ്ടിറങ്ങി, ഇനി അടുത്ത അത് ചേച്ചിയുടെ ഫ്രണ്ടിനെ. ഇത് പറ്റും നമ്മളെ ഇതല്ലേ ശരിക്കും ഇതാ ചിമ്പാൻസി. ഇതാടാ മതി. ഒരു എന്തോ പോലെ പീഡിപ്പിക്കുന്ന ഒരു മുഖമാണ്. ഗുറിലടാണെങ്കിൽ ഇങ്ങനെയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ചിമ്പാൻസിൻ്റെ അടുത്തേക്കാണ് പോകുള്ളൂ കേട്ടോ. ഗുറില കണ്ടു. ഏയ് എൻട്രൻസ് അപ്പുറത്താ. അപ്പോൾ നമ്മളിനി ചിമ്പാൻസി ഹൗസിലേക്ക് പോവുകയാണ് കേട്ടോ. കണ്ടോ ചിമ്പാൻസി. ഓക്കെ കേളാം. എന്താ ചിമ്പാൻസി. അതിൻ്റെ ഫ്രണ്ട് അത് മാറിക്കടാ. അത് ഇത് ഹലോ ഇവിടെ അതൊരു ഉമ്മ കൊടുക്കാൻ നോക്കിയാൽ മതി. അതിൽ അവിടത്തെ ഉമ്മയൊക്കെ തിരികെ അത് വെറുതെ നാട്ടിക്കിടാൻ തല ചോറിനെ കണ്ട ഇത് മതിയേ. തട്ടാൻ പാടില്ല. രണ്ടെണ്ണം കളിക്കാണ്. ചിമ്പാൻസി ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഒന്നുമില്ല കേട്ടോ. എൻ്റെ അതൊരെണ്ണം കിടക്കുന്നു അവിടെ കേട്ടോ. ചിമ്പാൻസി ഇവിടെ ഫുൾ AC ആണ് കേട്ടോ. കണ്ടോ ഫുൾ AC ആണ്. അടിപൊളിയാണ്. നമുക്ക് ഇരിക്കുകയൊക്കെ വേണമെങ്കിൽ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ തല്ലൂടെ നോക്കി നോക്ക്. മാറിക്കട ശരിക്കും നമ്മൾ രണ്ടെണ്ണം തല്ലൂടെന്ന് പോലെ ആദ്യം ഞാൻ സത്യമായിട്ടും പറയാ നാല്ലാത്തത് ആദ്യം തല്ലൂടെ അല്ലേ. അതും ആദ്യം തല്ലൂടെ പറഞ്ഞു. അതെ അതും ആദ്യം തല്ലൂടെ കരഞ്ഞത്. ശബ്ദം തക്കണമെന്നില്ലല്ലോ അല്ലേ. ശബ്ദം വരണ്ട. അതിന് ഗ്ലാസ് അല്ല. അയ്യോ കരയുന്നു. ില്ല കരയുന്നില്ല. ആ കരയുന്നാണ് ശരിക്കും. അതും ആദ്യം കണന്ന് തല്ലുവിടുന്ന പോലെ നമുക്ക് തലയൊക്കെ പിടിച്ചിട്ട് ആദ്യം ഇങ്ങനെ തലയൊക്കെ പിടിച്ച് തല്ലു. ആ പൊതുപ്പുള്ള ഞാനാണ് കേട്ടോ. ആദ്യം കടിക്ക് തല്ലൂടെ രണ്ടും കൂടിയിട്ട് കണ്ടോ. അയ്യോ അങ്ങോട്ട് പോയി തല്ലൂടെ. ഭയങ്കര അടിയാട്ടോ. ഭയങ്കര അടിയാണ്. ഫൈറ്റിംഗ് സീൻ. ആര് ജയിക്കും? ഫ്രീ ഫൈറ്റിംഗ്. കടിക്കാണ് തമ്മില്. വില്ലൻ ഫ്രീ ഫൈറ്റിംഗ്. തലകുത്തി പറയണൊക്കെ എന്താണ്. ആ പോയിട്ട് വേറെ വാങ്ങിക്കും. അതിന് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ ആക്കും. പാവത് പാവെല്ലാം കടിച്ചിട്ട് കയ്യൊക്കെ നോക്കിയാൽ ശരിക്കും മനുഷ്യന്മാർ ഇതുപോലെ അല്ലേ കൈ പോലൊക്കെ. ഇതാണ് കണ്ടിടവല്ലോ. അത് കളി തല്ലിട വരുന്നു.
ആദ്യം ചെയ്യണ പോലെ അല്ലേ, ഇടയ്ക്ക് അറിയിച്ച് ചെയ്യുമ്പോൾ വീട്ടൊന്നും ഉണ്ടാറില്ലേ തല്ലുകൊണ്ട്. ഒന്ന് നോക്കണേ തല്ലുള്ളത്. അവിടെ ഭയങ്കര തല്ലാണ്. കാല് കടിക്കണം. മൂത്രാള് പിടുത്തം മാറ്റം മൂത്ത് നിൽപ്പാലും ഓടിച്ചു. കൈ പിടിച്ചെടുക്കുക രണ്ട് കൂട്ടം. അത് തല്ലൂടി നിർത്തി. റെസ്റ്റിങ് പോകാൻ വലിക്കണൊക്കെ പല്ലുക്കി കന്നിട്ട് പല്ല് പോലെ അടുത്ത വീണ്ടും എവിടെ തുടർന്ന് ഇപ്പൊ ഇതിനെ ഓടിക്കോട്ടോ കണ്ടോട്ടോ. ഞാൻ അതാ അപ്പുറത്തൊരാൾ ഇരിക്കുന്നുണ്ട്. അതാ വീണ്ടും വന്നിരിക്കുന്നു. തല്ലിടുമ്പോൾ നമ്മൾ ഒത്തു തീർപ്പാക്കാൻ പോലെ ചെല്ല വേഗം അടി പിടിച്ച് പോലെ വേഗം പോയിക്കോ. പിടിച്ചോ. അപ്പൊ നമ്മളിനി പുറത്തിറങ്ങാം കേട്ടോ. സാരി അല്ലേ ഇതിലങ്ങനെ പോണം. അപ്പോൾ നമുക്കിനി പോവാട്ടോ, തിരിച്ച് പോവാം. നടന്ന് പൂപ്പാടല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഓരോന്നിനും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൈ സാനിറ്റൈസ് ഉണ്ട്. നമുക്ക് കൈ സാനിറ്റൈസ് ചെയ്യാം. ഇറങ്ങാം. ഇനി നമ്മൾ പോവാണ്. ഇനി ഒന്നും കാണാനില്ല തോന്നുന്നു. നോക്കാം. ഭയങ്കര വരും. സെൽഫി സ്റ്റിക്ക് എടുക്കായിരുന്നു. എന്താണ് കുരങ്ങി നോക്കണ ചാടുന്ന. എന്തായാലും നടന്ന് മനുഷ്യൻ്റെ ഉപ്പാടിളക്കി. ഇപ്പൊ സമയം എത്ര മണിയുടെ സമയം? 4 മണിയല്ലേ? 3:50 ആയി. നമ്മളിവിടെ 11. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണും കേട്ടോ. ഓപ്പൺ ആയിട്ടുള്ള സൂ ആണ്. നല്ല രസമാണ്. അത് ടിക്കറ്റ് റേറ്റ് ഒക്കെ പല റേറ്റാണ്. ദുബായ് സഫാരി പാർക്കിൻ്റെ സൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കാണാം. ട്രക്കിംഗ് ഉണ്ട്. ബസ് വേണമെങ്കിൽ ബസ് അല്ലെങ്കിൽ നടന്ന് കാണാം. അപ്പോൾ അതിനൊക്കെ റേറ്റ് പലതും പല ടൈപ്പിനനുസരിച്ചുള്ള റേറ്റ്. അപ്പോൾ അതൊക്കെ സൈറ്റിലൊക്കെ നോക്കി നമുക്ക് അറിയാം എങ്ങനെയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളെടുത്ത ടിക്കറ്റ് റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഉണ്ണേനോട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. അത് എത്രയാണെന്ന് എനിക്കറിയില്ല. 85 ഞങ്ങളെടുത്ത് തോന്നുന്നുണ്ട് ഒരാൾക്ക്. വലിയവർക്ക്, പിള്ളേർക്ക് 30. അത്രയും അതിൻ്റെ ഞങ്ങളെടുത്തത്. പിന്നെ 150, 130 ഒക്കെ പല റേഞ്ചിൻ്റെ ഉണ്ട്. പിന്നെ വെറും 50 ഉണ്ട്, 50 dirhams. പക്ഷെ അതിൽ ട്രക്കിംഗ് ഉണ്ടാവില്ല. ഫുൾ നടന്ന് കാണാൻ ഇത്രയും സ്ഥലം. ഇത് നമ്മളെടുത്ത് കുറച്ച് ബസ് കയറാം. പിന്നെ ടാക്സി ഉണ്ട്. ഫ്രീ ടാക്സിക്ക് ഉപയോഗിക്കും. പിന്നെ ഓരോരോ ഏരിയ വൈസാണ് ഓരോ ടിക്കറ്റ് റേറ്റിന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ എന്താ പറയുക, പെരുന്നാളിൻ്റെ ലീവൊക്കെ വരുമല്ലേ. അപ്പോൾ പെരുന്നാളിൻ്റെ ലീവൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ദുബായ് സഫാരി പാർക്കിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. കാരണം ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഞാൻ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല. മൈക്കില്ല സംഭവം. അപ്പോൾ ക്ഷമിക്ക് സൗണ്ട് കുറവാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾ ലീവൊക്കെയാണ് വരാൻ പോകുന്നത്. എല്ലാവരും നമ്മൾ ദുബായ് സഫാരി പാർക്കിലേക്ക് വരും. അടിപൊളിയാണ്. ഓപ്പൺ സൂ ആണ്. ഞാൻ നല്ല ടിക്കറ്റ് റേറ്റൊക്കെ വ്യത്യാസമൊക്കെ നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ കാണാം.
ഞങ്ങൾക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ 85 ഞങ്ങൾ എടുത്ത് തോന്നുന്നു ഒരാൾക്ക്. ഞാൻ എന്തായാലും മേലോട്ട് നോക്കി ഡീറ്റെയിൽ പറയാം ഞങ്ങൾ എത്രയും എടുത്ത് നോക്കിയിട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സമയമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇതേപോലെ കൂളിങ് ഫാനിൽ കൂടുതലുണ്ടാകാനുള്ള കാരണം നമുക്ക് അത്ര അറിയില്ല, അത്ര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല കേട്ടോ. നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കാം, വീട്ടിലേക്ക് നടക്കാം. ഞങ്ങളൊരു 10:30 വന്നതാണ്. ഇപ്പോൾ സമയം 3:55, അതായത് 4 മണിയാകാറായിട്ടാണ്. അപ്പം എല്ലാവരും പരിപാടി ഹിപ്പോ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നടക്കുമല്ലേ. ഹിപ്പോപ്പൊട്ടാമസ്, വെൽവെറ്റ് മങ്കി. ഇതവിടെ ഇവിടെ ഉണ്ടാവും, ഇതിലുണ്ടാവും. എവിടെ? ആ, മേലയിൽ കുറഞ്ഞാൽ അടിയിൽ ഹിപ്പോ ആയിരിക്കും കേട്ടോ. ആ ശരിയാ, ഇതിൻ്റെ മേലയിൽ കുറഞ്ഞാൽ ഊഞ്ഞാല കെട്ടി കൂട്ടി കറങ്ങിണ്ടാവില്ല. അതാ ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ വരുന്നു. ആ മരത്തിൻ്റെ ഇടയിലുണ്ട് ഹിപ്പോ. തൊലിക്കെട്ടി 2 ഉണ്ട്. ഒന്നതോടെ കയറിയിരുന്നു. അല്ല, അത് തന്നെയാണോ കയറിയത്? അല്ല, അത് തന്നെയായിട്ട് തൊലിക്കെട്ടി കാണ്ടാമൃഗം. ഉണ്ണിയേട്ടനാണ് ജയിക്കുക. ഉണ്ണിയേട്ടൻ ഭയങ്കര തൊലിക്കെട്ടി കണ്ടോ. ഇപ്പോൾ പൊട്ടാമസുകൾ വെള്ളത്തിൻ്റെ അടിക്കൂടെ. പോയി കഴിഞ്ഞു. വരും റിട്ടേൺ വരും. അതാ നല്ല സുഖമുണ്ടാവും ചെയ്യണ്ടെങ്കിൽ. നല്ല തണുത്ത വെള്ളവും ചിലപ്പോൾ. ഇതാണ് കാണ്ടാമൃഗം. അല്ല, ഹിപ്പോ. പോവാ പോലിക്കുട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. അച്ഛനോ ആദ്യക്കുട്ടാ ഇങ്ങോട്ട് നോക്ക്. നടന്ന് ക്ഷീണിച്ചോ? അങ്ങനെ സെൽഫി എടുക്കാവേ. നടന്ന് ക്ഷീണിച്ചോ പറയാം ആദ്യം. വയ്യാതെയാ ചുമന്ന് തൊടുത്ത ആപ്പിൾ പോലെ വയ്യാതെ. വെള്ളത്തിനെ ദാഹിക്കുന്നു. വെള്ളം ഭയങ്കര ദാഹം, ഭയങ്കര വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ദാഹമാണ് കൂടുതലല്ലേ. നല്ല തണുത്ത വെള്ളം ഇങ്ങനെ കുടിക്കാൻ തോന്നും. നമ്മൾ കൊണ്ടുവന്ന വെള്ളം കുപ്പിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വെള്ളമൊക്കെ കഴിഞ്ഞു നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പക്ഷെ ഭയങ്കര വില, നല്ല റേറ്റ് ഉണ്ട് ഐസ്ക്രീമിനൊക്കെ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നമ്മൾ ഇരിക്കട്ടെ. താറോ ഇതൊരു അതുവരെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടന്ന് കാണാനാവും.
എല്ലാം നമ്മൾ കവർ ചെയ്തോളം വിശ്വാസം ഇനിയും ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പം തന്നെ സമയം 4:30. നമ്മൾ നേരെ വീട്ടിൽ ചെല്ലാം, കുളിക്കുക, ഒന്ന് കിടന്ന് ഉറങ്ങണം. ഭയങ്കര ക്ഷീണം, നടന്ന് കാലൊക്കെ വയ്യാതെ ഇരിക്കണം. ഓക്കെ, നമുക്കിനി പോവാം. ഒന്ന് പൂത്ത് നിൽക്കണം കാണുന്നുണ്ട്, നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഈ വഴിയാട്ടോ, എൻട്രൻസ് നമ്മുടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് സൈഡ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ, പിന്നെ അമ്മി 2 മക്കളും. നെക്സ്റ്റ് സൈഡ് ദുബായ് സഫാരി. വീണ്ടും പറയുന്നു, എല്ലാവരും പെരുന്നാൾ ലീവിന് വന്ന് കാണും കേട്ടോ. നടക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒരുപാട് നടക്കാം. അതെ, എന്നെ അതും കാണുന്നുണ്ടോ മിററിൽ? ഞാനും അതും. നമ്മളിത് കഴിഞ്ഞ് നമ്മളിനി എക്സിറ്റ് അടിക്കുക കേട്ടോ. കണ്ടോ എക്സിറ്റ്, ഇത് കൂടെ നമ്മൾ പോണത്. ഓക്കെ, നമ്മൾ പോകാം. വെള്ളം താഴ്ച പുണ്യാട്ടം വെള്ളം മേടിക്കാൻ പോയിട്ടുണ്ട്. വെള്ളം താഴ്ച അപ്പം നമ്മളിനി പോവുകയാണ് കേട്ടോ, തിരിച്ചു പോവാം. ഇവിടുത്തെ ടോയ്സുകൾ എക്സിറ്റ്. അപ്പോൾ നമ്മളിത് തിരിച്ച് ഇറങ്ങി കേട്ടോ. എക്സിറ്റ് ദുബായ് സഫാരി പാർക്ക്. ഓക്കെ, ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇതേ ഇവിടെ കണ്ടോ, എൻട്രൻസ് ദുബായ് സഫാരി പാർക്ക്. ബൈ പറയും. ബൈ. വലിയൊരു വീഡിയോ തന്നെയാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയിപ്പോൾ പെരുന്നാൾ ലീവൊക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സഫാരി പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ പോകുന്നതിനേക്കാൾ നാട്ടിൽ പോകുന്നതിനേക്കാളൊക്കെ മുന്നേ സഫാരി പാർക്ക് കാണാനുള്ളൊരു യോഗം, ഒരു ഭാഗ്യം കിട്ടി. കുറേ വിചാരിക്കുന്നു കേട്ടോ, പക്ഷേ ഇത്രയാണ് ഭാഗ്യം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതുകൊണ്ട് അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഓരോരോ വീഡിയോസായിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.